മഴക്കാലങ്ങളിൽ ചില ആൾക്കാർ ജനൽ തുറന്ന് കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അതുവഴി പാമ്പുകൾ അകത്തേക്ക് കയറി വരാനും അല്ലെങ്കിൽ എലികൾ അങ്ങനെ കയറി വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ, ഈ നെറ്റ് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി പാമ്പോ പല്ലിയോ ഒരു സാധനം കയറി വരത്തില്ല, സുരക്ഷിതമായിരിക്കും. സുഖമായിട്ട് നല്ല വായു ശ്വസിക്കാൻ പറ്റും. കൊതുക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പല കെമിക്കലും കത്തിക്കുകയോ പിന്നെ കൊതുക് തിരി വെക്കലും, അതെല്ലാം വയസ്സായ ആൾക്കാർക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കും ആസ്മ പോലത്തെ അസുഖങ്ങൾ വരാനും സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ഈ നെറ്റ് ഇതേപോലെ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ പുകയിൽ നിന്നും രക്ഷപ്പെടാം. നാഷണൽ നെറ്റ് സ്ക്രീൻ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. ഞങ്ങൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത നാട് തമിഴ്നാട്, കർണാടക ഇവിടെ ഞങ്ങളെല്ലാം പോയി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൊതുകുപോലെയാണ്. സ്റ്റീൽ നെറ്റിൽ ഔട്ടർ ഫ്രെയിം ഇട്ട് ചെയ്തിരിക്കുന്ന വർക്കാണിത്. 316 എൽ ഗ്രേഡ് നെറ്റാണ്. ഏറ്റവും ക്വാളിറ്റി നെറ്റാണ്. ഏറ്റവും ക്വാളിറ്റി വർക്കുകൾ മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് ഏതാണ്ട് 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊരു 15 പേരോളം ഉണ്ട് ടീം അംഗങ്ങളായിട്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എവിടെയും പോയി ചെയ്യാനുള്ള ഉണ്ട്. നമുക്കൊരു കസ്റ്റമർ വെളി വന്നു കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത ശേഷം 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് പോകും. 5 വർഷത്തെ സർവീസോട് കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 ടൈപ്പ് നെറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റീൽ നെറ്റ് ചെയ്യുന്നുണ്ട്, HDP നെറ്റ് ചെയ്യുന്നുണ്ട്, വെൽക്രോ നെറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് വീടുകൾ, ഫ്ലാറ്റുകൾ, വില്ലാസുകൾ, റിസോർട്ടുകൾ, ഹോസ്പിറ്റലുകൾ ചെയ്യുന്നുണ്ട്, സ്കൂളുകൾ ചെയ്യുന്നുണ്ട്. നമ്മളിത് വിൻഡോ നമുക്ക് ഫ്രീ ആയിട്ട് ഊരിയെടുക്കാം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ലാച്ചാണിത്. ലാസ്റ്റ് പതുക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ സിമ്പിളായിട്ട് തുറക്കാൻ പറ്റും. ഇനിയിപ്പോൾ വീട്ടുകാർക്ക് ഇത് ക്ലീനിങ്ങിന് എളുപ്പമാണ്. വിൻഡോ ഊരുക, സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ആർക്കും ഊരിയെടുക്കാം. ഊരിയെടുത്ത് വാഷ് ചെയ്ത് തിരിച്ച് അതേപോലെ റീഫിറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർവീസാണ് മെയിൻ. എല്ലാവരും വർക്ക് ചെയ്തിട്ട് പോവും, ആരും അതിൻ്റെ പുറകെ സർവീസിനാരും പോവില്ല. ഞങ്ങൾ നേരെ തിരിച്ചാണ്. നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ നെറ്റ് എപ്പോഴും ഇതേപോലെ പുതിയതുപോലെ നിൽക്കണമെങ്കിൽ ഒരു 4 ദിവസം അല്ല 5 ദിവസം കൂടുമ്പോൾ ഒരു ബ്രഷ് എടുത്ത് പതുക്കെ തുടച്ചാൽ മതി. ഇതിൻ്റെ അത് ഡസ്റ്റ് വന്ന് അടിഞ്ഞു കൂടും. റൂമിലെ പൊടികളെല്ലാം വന്ന് കൂടും. അത് കുറേ നാളായി കഴിഞ്ഞാൽ നെറ്റ് കണ്ണികളെല്ലാം അടഞ്ഞു പോകും. കഴുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളം മാത്രം ഇട്ടിട്ടേ കഴുകാവുള്ളൂ. കെമിക്കൽ വാഷ് ഒന്നും ഉപയോഗിക്കരുത്. ഇത് സിലിക്കോൺ പശയാണ്. ഇത് ഈ ഗ്യാപ്പുകൾ അടയ്ക്കാൻ വേണ്ടി ഇതിലല്ല അതുവഴി ഉറുമ്പ്, പാറ്റ അങ്ങനെയുള്ളെല്ലാം കയറ് വരും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ പശ ഇടുന്നു. ഇതുവഴി AC ഫുൾ ടൈം അടഞ്ഞിടന്ന് നമ്മളൊരാൾ പുറത്തോട്ട് പോയി വരുമ്പോഴത്തേക്കും റൂമിൽ ചിലപ്പോൾ ചെറിയ സ്മെല്ല് കാരണങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാണ്ടിരിക്കണം. ഇതേപോലെ നെറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിലേക്ക് നല്ല എയർ വരും. എയർ വന്നു കഴിയുമ്പോൾ റൂം നല്ല ഫ്രഷ് ആവും. എവിടെയായാലും ബാത്റൂം ഒരിക്കലും ഒഴിവായി പോകരുത്. ബാത്റൂമിൽ എപ്പോഴും നല്ല കാറ്റും നല്ല വായുസഞ്ചാരം വേണം. അതിന് ഇവിടെ നെറ്റ് നിർബന്ധമായിട്ടും വേണം. എക്സോസ് ഫാൻ ചിലർ വെക്കും, എന്നാൽ പോലും ജനൽ കംപ്ലീറ്റ് ആൾക്കാരും തുറന്നാണ് ഇടാറ്. അപ്പോൾ അവിടെ ഇതേപോലെ നെറ്റ് ഫിക്സ് ചെയ്താൽ ഗുണം ചെയ്യും.